പക്ഷെ 2008 UPA സർക്കാരിന്റെ കാലത്തെ ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി RVS മണി അദ്ദേഹം മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതായത് അന്ന് ഭരിച്ച കോൺഗ്രസ് സർക്കാരും ISIയും കൂടി ചേർന്ന് നടത്തിയ ഒരു മാച്ച് ഫിക്സിംഗ് ആയിരുന്നു മുംബൈ ഭീകരാക്രമണം എന്നുള്ളത്. അത് ഇന്ത്യയിൽ ഹിന്ദു വിരോധം ഉണ്ടാക്കാനായി അവർ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. നമ്മൾ താജ് ഹോട്ടലിൽ അടക്കം കണ്ടത് 173 പേരുടെ മരണത്തിനിടയായി അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു ഭീകരൻ, ജീവനോടെ ഓങ്കാറാം തുക്ല എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ പിടിച്ചത് കൊണ്ട് മാത്രം ഇത് പാകിസ്ഥാന്റെ സ്പോൺസേഡ് ആയിരുന്നു എന്നത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ. എന്താണ് മുസ്ലിം ലീഗ് നേതാവിന്റെ പങ്ക്? മുസ്ലിം ലീഗ് നേതാവിനെ കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തല് സത്യത്തിൽ വേണ്ടത്ര പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നു തുടങ്ങിയിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അത് വളരെ ക്ലിയർ ആണ്. ആരൊക്കെയാണ് അജ്മൽ കസബിനെ ഒരു ഹിന്ദു വിരുദ്ധനാക്കി, ഒരു ഹിന്ദു ആക്കി അവതരിപ്പിച്ചിട്ട് ഹിന്ദു വിരോധം ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായകമായ രീതിയിൽ ആരൊക്കെ ഇടപെട്ടു എന്നതിന്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. RVS മണി അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ വളരെ ഊന്നി അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന പേര് മാത്രം പറഞ്ഞിട്ടില്ല, പക്ഷെ ആ പേരുകൾ വളരെ കൃത്യമാണ്. ഒന്നാമത്തെ സൂചന എന്താണ്? UPA ഗവൺമെന്റിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ, കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ MP ആയ ഒരാൾ. അങ്ങനെ പറഞ്ഞാൽ തന്നെ തീർന്നു. കാരണം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഒരാൾ മാത്രമേ കേന്ദ്രമന്ത്രിയായിട്ടുള്ളൂ, ഒരിക്കൽ മാത്രം. അത് ആദ്യം മലപ്പുറത്ത് നിന്ന് ജയിച്ചു പോയി, പിന്നെ പൊന്നാനിയിൽ നിന്ന് 2 തവണ ജയിച്ചു പോയി MP ആയ E അഹമ്മദാണ്. അപ്പോൾ E അഹമ്മദ് മാത്രമാണ് കേന്ദ്രമന്ത്രിയായ മുസ്ലിം ലീഗ് നേതാവ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന് ഇതിനകത്ത് എന്തെല്ലാം റോളുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു അജ്മൽ കസബിനെ ഒരു ഹിന്ദുവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇന്ത്യയെ ഉപദ്രവിക്കുന്നതൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ് എന്ന് വരുത്താനുള്ളൊരു ശ്രമമാണ്. അത് തന്ത്രമാണ്. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ അതല്ല. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രതികരിക്കാൻ വൈകുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ മുമ്പേ ഈ RVS മണിയുടെ പ്രസ്താവനയ്ക്കെതിരായി മുസ്ലിം ലീഗ് വിശദീകരണം കൊടുക്കേണ്ടതാണ്. കാരണം വലിയ സംശയത്തിന്റെ നിഴലിലാണ് മുസ്ലിം ലീഗിനെ ഈ സ്റ്റേറ്റ്മെന്റ് എത്തിച്ചിട്ടുള്ളത്. ഒന്ന്, അതിൽ 2 വട്ടം ആലോചിക്കാനില്ല. E അഹമ്മദാണ് കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ഇന്ത്യാ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ആകെ മുസ്ലിം ലീഗിന് ഒരേ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിൽ പലയിടത്തും മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ സ്ഥിരമായി ഉണ്ടാവാറുണ്ട്. പണ്ട് പശ്ചിമ ബംഗാളിൽ സ്റ്റേറ്റ് മന്ത്രിമാരുണ്ടാവാറുണ്ട്. ഹസനുസമാൻ എന്നൊരാൾ ബംഗാളിൽ മന്ത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള മന്ത്രിമാർ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. MP മാരും MLA മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കേന്ദ്രമന്ത്രി E അഹമ്മദ് മാത്രമാണ്. അപ്പൊ കേന്ദ്രമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് 2 വട്ടം ആലോചനയില്ല. അത് E അഹമ്മദ് തന്നെയാണ്. ഇനി E അഹമ്മദ് ആണെങ്കിൽ മുസ്ലിം ലീഗിന് അത് ചെറിയ തലവേദന അല്ല. മറുപടി പറഞ്ഞേ തീരൂ. E അഹമ്മദ് ആരാണെന്ന്? മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. പാണക്കാട് തങ്ങളുടെ കൂടി നേതാവായി. പാണക്കാട് തങ്ങള് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, അതും ഈ പാണക്കാട് തങ്ങളല്ല, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റാണ് E അഹമ്മദ് സാഹിബ്. അപ്പൊ E അഹമ്മദിന് അജ്മൽ കസബിനെ പോലെ ആലോചിച്ച് നോക്കൂ. ഈ ഒരു കേസിൽ അജ്മൽ കസബിനെ പോലൊരു തീവ്രവാദിയുമായി ബന്ധമുണ്ടായിരുന്നു. എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും വെളിപ്പെടുത്താനും അത് വിശദീകരിക്കാനും മുസ്ലിം ലീഗ് ബാധ്യസ്ഥമാണ്. ഇനി E അഹമ്മദ് മരിച്ചിട്ട് എത്ര കൊല്ലേ? 9 കൊല്ലോ ആയി. എനിക്ക് തോന്നുന്നു 2017 അദ്ദേഹം മരിച്ചതെന്ന് എൻ്റെ ഓർമ്മ. 2017. ഇപ്പൊ എത്രയായി? 9 കൊല്ലം കഴിഞ്ഞില്ലേ? E അഹമ്മദ് മരിച്ച് 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് വെളിപ്പെടുന്നത് എങ്കിൽ പോലും മുസ്ലിം ലീഗിന് ഈ വിഷയത്തിൽ മറുപടി പറയാൻ ഒരുപാട് ബാധ്യതയുണ്ട്. കാരണം അജ്മൽ കസബിന്റെ പിന്നിൽ ആരാണ്? പാകിസ്ഥാൻ ആണല്ലോ. പാകിസ്ഥാൻ പരിശീലിപ്പിച്ചു വിട്ട, ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഈ ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ-എ തൊയ്യബ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്. അവനെ മാത്രം പിടികൂടിയത് കൊണ്ടാണ് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ നിന്ന് മനസ്സിലായത് നമുക്ക്. അല്ലെങ്കിൽ ഇവർ ഈ ഹിന്ദുവെ ചരട് കെട്ടി പിന്നെ ചുവന്ന കുറിയൊക്കെ തൊടിയിച്ചിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അത് ഇസ്ലാമിക ഭീകരവാദികളുടെ തന്ത്രമാണ് കേട്ടോ. അവരുടെ തന്ത്രം പ്രയോഗിച്ചു. പക്ഷെ ആ തന്ത്രത്തിന് കോൺഗ്രസ് കൂട്ടുനിന്നുവോ ഇല്ലയോ എന്നാണ്, അത് പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ RVS മണി പറയുന്നത്.
പക്ഷെ മുസ്ലിം ലീഗിന്റെ ബന്ധം പരിശോധിക്കുമ്പോൾ വേറൊരുപാട് കാര്യങ്ങൾ പുതിയ ഇന്ത്യയിൽ ചർച്ചയ്ക്ക് വരും. ഒന്ന്, അജ്മൽ കസബ് ആരാണ്? പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്താ? അത് പൊക്കിൾക്കൊടി ബന്ധമാണ്. പാകിസ്ഥാൻ നിർമ്മിച്ചത് ആരാണ് എന്ന ചോദ്യം വരും. കോൺഗ്രസിന് ഭാഗ്യവശാൽ അത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരില്ല. ഞാൻ പറയുന്നത് സോണിയാഗാന്ധിയേക്കാൾ, രാഹുൽ ഗാന്ധിയേക്കാൾ, കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റിയേക്കാൾ ഈ ആരോപണം, RVS മണിയുടെ ആരോപണത്തിന് മറുപടി പറയാൻ മുസ്ലിം ലീഗിന് ബാധ്യതയുണ്ട്. പല കാരണങ്ങളാൽ. ഒന്ന്, മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. മുസ്ലിം ലീഗിന് കിട്ടിയ ഒരേ ഒരു കേന്ദ്രമന്ത്രി. ഇനി കേന്ദ്രമന്ത്രി ആയ സാഹചര്യം കൂടി ഓർമ്മയുണ്ടോ? അന്നത്തെ ഇലക്ഷൻ റിസൾട്ട് ഒന്നും ഓർമ്മയില്ലല്ലോ. അന്ന് കേരളത്തിൽ നിന്ന് ആകെ, അന്ന് ഇന്നത്തെ പോലെയല്ല, നേരെ തിരിച്ചാ, LDF തൂത്തുവാരുന്ന കാലമാണ്. LDF തൂത്തുവാരിയപ്പോൾ ഒരൊറ്റ സീറ്റേ ജയിച്ചുള്ളൂ. അത് കോൺഗ്രസിന്റെ ആരും ജയിച്ചില്ല. ആകെ ജയിച്ചത് ഓർമ്മയുണ്ടോ? മുസ്ലിം ലീഗിന്റെ ഒരേ ഒരു സീറ്റേ ജയിച്ചുള്ളൂ. അഹമ്മദ് മാത്രം UDFന്റെ പാനലിൽ ഇവിടുന്ന് ജയിച്ചു പോയ കാലമാണ്. എന്ന് പറഞ്ഞാൽ UDFനെ ആകെ പ്രതിനിധീകരിച്ചിട്ട് ഒരു മന്ത്രിയെ കേരളത്തിൽ നിന്നുണ്ട്. അന്ന് UP അവിടെ അധികാരത്തിൽ വന്നു. കേരളത്തിൽ കാര്യമായി ആരും ജയിച്ചില്ല. ആകെ അഹമ്മദ് ജയിച്ചുള്ളൂ. അപ്പൊ മൊത്തത്തിൽ UDFന് വേണ്ടി ആകെ അന്ന് കേരളത്തെ പ്രതിനിധീകരിച്ച മന്ത്രി മുസ്ലിം ലീഗിന്റെ നേതാവ് അഹമ്മദാണ്. വിദേശകാര്യമാണ് വകുപ്പ്. പാകിസ്ഥാനാണ് പ്രതികൾ. പാകിസ്ഥാന്റേതാണ് പ്രതികൾ. മുസ്ലിം ലീഗ് മറ്റാരെക്കാളും മറുപടി പറയേണ്ടി വരും. കാരണം മുസ്ലിം ലീഗ് പാകിസ്ഥാന്റെ നിർമ്മിതിയിൽ പങ്കുവഹിച്ചവരാണ് എന്ന ആക്ഷേപം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. തീർച്ചയായിട്ടും ആണല്ലോ. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഇപ്പോൾ ഇവരിങ്ങനെ ഒരു തഞ്ചത്തില്, സൂത്രത്തിൽ ഞങ്ങൾ ആ ലീഗല്ല ഈ ലീഗ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗിന്റെ തന്നെ സമുന്നതരായ നേതാക്കൾ അത് അംഗീകരിക്കില്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രം അത് അംഗീകരിക്കില്ല. മുസ്ലിം ലീഗ് ഉണ്ടായത് ഇവർ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഞങ്ങൾ മദ്രാസിലൊരു യോഗം ചേർന്നിട്ടുണ്ടാക്കിയ പാർട്ടിയാണ് ഇന്നത്തെ മുസ്ലിം ലീഗ് എന്നാ. അതൊന്നും ചരിത്രം അറിയുന്നവർ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1948 മാർച്ച് 10-ാം തീയതി, സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടി ഏതാനും മാസം കഴിഞ്ഞപ്പോൾ 1948 മാർച്ച് 10-ാം തീയതി മദ്രാസിലെ രാജാജി ഹാളിൽ ഒരു യോഗം ചേർന്നു മുസ്ലിം ലീഗുകാർ. അത് എന്തിനായിരുന്നു എന്നറിയോ? നമ്മുടെ ലീഗ് സ്വാതന്ത്ര്യത്തോടെ രണ്ടായി. കാരണം നമ്മുടെ രാജ്യം രണ്ടായി. ഒന്ന് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ ഉണ്ടായി, മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് ഉണ്ടായി. അപ്പൊ നമ്മുടെ മുസ്ലിം ലീഗ്, ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ്, 1906 മുതൽ ഇവിടെ പ്രവർത്തിച്ച മുസ്ലിം ലീഗ്, 1906 ഡിസംബർ 30-ാം തീയതി ഇന്നത്തെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ അന്നത്തെ ഡാക്കയില്, അന്നത്തെ മഹാരാജാവ്, രാജഭരണമാണ്, അന്നത്തെ മഹാരാജാവ് നവാബ് സലീമുല്ല ഖാൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കൊട്ടാരത്തിലാണ് ലീഗ് ഉണ്ടായത്. അതിൽ അഭിമാനം കൊള്ളുന്നവർ, ആവർത്തിച്ച് പറയുന്നവരാണ് ഇവര്. ആ ലീഗാണ് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയത്, ഇന്ത്യയെ വെട്ടിമുറിച്ചു പോയത്, വലിയ കൂട്ടക്കൊലകൾക്ക് കാരണമായത്, ഡയറക്റ്റ് ആക്ഷൻ നടത്തിയത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ കിട്ടിയേ തീരൂ, പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ മുദ്രാവാക്യം, അങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചതാണ്. മലബാറിലുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെയൊക്കെ ഉപ്പാമാര് കേട്ട മുദ്രാവാക്യമുണ്ട്, 10 മുഴം കത്തി കൊണ്ട് കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ അഗ്രസീവായ സമരങ്ങൾ നയിച്ചിട്ടുണ്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട്. ആ പാകിസ്ഥാനുമായി ഇവർ ഇപ്പോഴും ബന്ധപ്പെടും. എന്താ ഉണ്ടായത്? 48 മാർച്ച് 10-ാം തീയതി ഇവർ തീരുമാനിച്ചു, ആ മുസ്ലിം ലീഗ് നമുക്ക് ഇനിയും വേണം. പഴയ മുസ്ലിം ലീഗ് വേണോ വേണ്ടതാ ചോദ്യം. ആ മുസ്ലിം ലീഗ് ഇനിയും വേണം. പിന്നെ ആകെ എന്താ മാറ്റം വരുത്തിയത്? ഇന്ത്യയുടെ പേര് മാറി. പഴയ ഇന്ത്യ ഉണ്ടല്ലോ, ഗ്രേറ്റർ ഇന്ത്യ, അത് രണ്ടായല്ലോ, ഇന്ത്യയും പാകിസ്ഥാനുമായി. ഇപ്പൊ ഇന്ത്യയുടെ പേരെന്താ? ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് എന്നായി. അതേ പേര് ലീഗിനോടും ചേർത്തു. അപ്പൊ എന്തായി? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നായി. പഴയ ലീഗ് തന്നെയാണ് എന്ന് ഇവർ പറയേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പ്, അഹമ്മദിന്റെ തൊട്ട് മുമ്പ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരായിരുന്നു? കേട്ടിട്ടുണ്ട്? ഇബ്രാഹിം സുലൈമാൻ സേട്ടായിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ഈ കൊച്ചിക്കാരൻ ഇബ്രാഹിം സുലൈമാൻ സേട്ടായിരുന്നു. ദീർഘകാല MP ആയിരുന്നു. മലപ്പുറത്തുനിന്ന് സ്ഥിരമായി ജയിച്ചു പോകുന്ന MP ആണ്. എറണാകുളത്തുകാരനായിരുന്നു. മലപ്പുറത്തുകാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ കാണുകയുള്ളൂ. ദേശാടന പക്ഷി എന്നൊക്കെയാണ് ആളുകൾ വിളിച്ചിരുന്നത്. അദ്ദേഹമാണ് ഇവിടുന്ന് ജയിച്ചു പോയത്. അദ്ദേഹത്തെ ഒരു ആളുകൾ ആരാധനയോടെ മെഹബൂബെ മില്ലത്ത് എന്നൊക്കെ വിളിക്കും, സമുദായത്തിന്റെ പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ. ഈ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ കുറിച്ച് വലിയ ആരോപണം. അദ്ദേഹത്തിന് അന്ന് പണി എന്തായിരുന്നു അറിയോ? അന്ന് അദ്ദേഹത്തിന്റെ പണി, അവസരം കിട്ടിയാൽ ഉടനെ അദ്ദേഹം പാകിസ്ഥാനിൽ പോകും. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, ഇടക്ക് അമേരിക്കയിലും UK ഒക്കെ പോയിട്ട് ഇന്ത്യക്കെതിരായി 2 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. ഈ സൂക്കട് ഉണ്ടായിരുന്നു അന്ന് ആർക്ക്? ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്, മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്. അവസരം കിട്ടിയ അവിടുന്ന് അങ്ങോട്ട് പോകും പാകിസ്ഥാനിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ ആപത്തിലാണേ, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സുഖമില്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല, ഇന്ത്യ ഗവൺമെന്റ് ആര് ഭരിക്കുമ്പോ? കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല. അങ്ങനെ പറഞ്ഞാണ് 92-ൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്.
ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരണത്തിലാണ്. അപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേട്ട് പറഞ്ഞു ഈ ഭരണം വിട്ടുപോകണം. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വേറെ ആളെ നോക്ക്, ഭരണം വിട്ടുള്ള കളിയൊന്നും നമുക്കില്ല. പാണക്കാട് തങ്ങളും കേരള സ്റ്റേറ്റ് ലീഗ് പറഞ്ഞു ഞങ്ങൾ വിടൂല. അങ്ങനെയാണ് അദ്ദേഹം. അപ്പം എന്താ പിന്നെ ചെയ്യുക? അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞിട്ട് സംസ്ഥാന കമ്മിറ്റി കേൾക്കുന്നില്ല. പിന്നെ ആ സാധു എന്ത് ചെയ്യും? അദ്ദേഹം വിട്ടുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ഇവരെ രാജിവെപ്പിക്കാനൊക്കെ സമ്മർദ്ദം ചെലുത്തി നോക്കി, സമ്മതിച്ചില്ല, അദ്ദേഹത്തെ പുറത്താക്കി. ഈ സംസ്ഥാന ലീഗ് ചരിത്രത്തിൽ മുസ്ലിം ലീഗ് ഭയങ്കര തമാശയാണ്. അഖിലേന്ത്യാ പ്രസിഡന്റിനെ സംസ്ഥാന ലീഗ് പ്രസിഡന്റ് പുറത്താക്കും. അത് വേറെ എവിടെയും നടക്കൂല. അങ്ങനെ നടന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ ബന്ധവും പാകിസ്ഥാൻ തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം ചരിത്രത്തിൽ എന്നും ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് അത്തരം ആരോപണങ്ങളൊന്നും ഭാഗ്യവശാൽ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് വന്നിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവും പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യ വിരുദ്ധ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കുറിച്ച് അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ അഹമ്മദിന് ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ പിൻഗാമിയായി, ഒരുപക്ഷെ ഇബ്രാഹിം സുലൈമാൻ സേട്ടിന് കിട്ടാത്തൊരു പദവി കിട്ടി, കേന്ദ്രമന്ത്രി പദവി. UPA അധികാരത്തിൽ വന്നു, കേരളത്തിൽ നിന്ന് ഒറ്റ MP ജയിച്ചുള്ളൂ, അത് മുസ്ലിം ലീഗിന്റെ MP ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ മന്ത്രിയാക്കി. ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ബന്ധം പുലർത്തി എന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം മരിച്ച 9 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ പറയുന്നത് അതിന് അടിയന്തരമായി അഡ്രസ്സ് ചെയ്യാൻ മുസ്ലിം ലീഗ് ബാധ്യസ്ഥരാണ്. കേരളത്തിലെ UDF-നേക്കാൾ അഖിലേന്ത്യാ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ മുസ്ലിം ലീഗ് ബാധ്യസ്ഥരാണ്. അജ്മൽ കസബിനോട് ഈ അഹമ്മദ് ബന്ധപ്പെട്ടിരുന്നുവോ? എന്തായിരുന്നു ആ ബന്ധത്തിന്റെ അടിത്തറ? എന്തിനാണ് വിദേശകാര്യ സഹമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് അജ്മൽ കസബിനെ അദ്ദേഹം വെള്ളപൂശാനോ ഹിന്ദുവിന്റെ വേഷമണിയിക്കാനോ എന്നിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ഒക്കെ നടന്ന ശ്രമങ്ങളിൽ ഈ അഹമ്മദ് ഉണ്ട് എന്നാണ് RVS മണി ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇല്ലെങ്കിൽ RVS മണിക്കെതിരായിട്ട് ആദ്യം മാനനഷ്ടം കൊടുത്ത് അദ്ദേഹത്തെ അകത്താക്കേണ്ടത് ആരുടെ ഡ്യൂട്ടി? മുസ്ലിം ലീഗിന്റെ പണിയാണ്. ഞാൻ പറയുന്നത് സോണിയാഗാന്ധിയേക്കാൾ സണ്ണി ജോസഫിനേക്കാൾ ആ പണി ചെയ്യേണ്ടത് ആദ്യം മുസ്ലിം ലീഗാണ്. പാണക്കാട് തങ്ങൾക്ക് പലതും മിണ്ടാതിരുന്നിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമല്ല. ഇത് രാജ്യരക്ഷയുടെ കാര്യമാണ്. ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രം ഇന്ന് ഇങ്ങനെ ചില ചോദ്യങ്ങൾ മുസ്ലിം ലീഗിന് നേരെ ഉയർത്തുന്നുണ്ടെങ്കിൽ അതങ്ങനെ എളുപ്പത്തിൽ ചുളിവിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റിയൊരു വിഷയമല്ല. മുസ്ലിം ലീഗ് മറുപടി പറയണം. പാണക്കാട് തങ്ങൾ എല്ലാ ഉത്തരവാദിത്തത്തോടും കൂടി അദ്ദേഹം പുലർത്തുന്ന മാന്യതയും അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയും ഒക്കെ ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ അഹമ്മദും അജ്മൽ കസബും തമ്മിൽ എന്താണ് സർ ബന്ധം എന്ന് ഇന്ത്യ ചോദിക്കും. മുസ്ലിം ലീഗ് മറുപടി പറയണം.